സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മാനം മാറുകയാണ്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കും മറ്റുമൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഒട്ടേറെ പുരോഗതി LDF UDF ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിയിൽ പാവപ്പെട്ടവർക്ക് കൂടി അവകാശം കൊടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് അവരുടെ അപകർഷതാബോധം മാറുകയും ആ ഭൂമിയിൽ ആരുടെയും ഭീഷണി കൂടാതെ താമസിക്കാൻ കഴിയുകയും ചെയ്തു. അതോടുകൂടി വിദ്യാഭ്യാസത്തിലും മറ്റുമൊക്കെ കേന്ദ്രീകരിക്കാൻ ഇവിടുത്തെ സാധാരണക്കാർക്കൊക്കെ ആയി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇന്നും ഭൂമി പാവപ്പെട്ടവന് കയ്യിൽ കൊടുക്കുക എന്നുള്ളത് ഉണ്ടായിട്ടേയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടിയില്ല. അതുപോലെ തന്നെ സാമൂഹ്യ അനീതികൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ പടപൊരുതിയത്. അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതിനൊക്കെ എതിരായിട്ട് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു എന്നാണ് അന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നങ്ങനെയാണോ എന്ന് നിങ്ങളെല്ലാവരും ആലോചിച്ച് നോക്കുക. BJPയുടെ പ്രവർത്തനം വളരെ മുറുകി വരുന്നതോടുകൂടി ജാതീയമായ വേർതിരിവുകളുടെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥലമായിട്ട് കേരളം മാറുകയാണ്. എന്തിനും ഏതിനും എവിടെയും ജാതിയും മതവും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. ശ്രീനാരായണ ഗുരുവിനെ അപ്രസക്തനാക്കിക്കൊണ്ടിരിക്കുന്നു. ജാതി പറയണം എന്ന് അദ്ദേഹം ഇരുന്ന കസേരയിൽ ഇരുന്ന് തന്നെ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സ്വന്തം പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ ഉടുപ്പിച്ച് സംഘപരിവാർ സംഘടനകളുടെ ഒരു ഭാഗമാക്കി കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ജാതികളിലും മതങ്ങളിലും പെട്ടിട്ടുള്ള ആളുകളെയെല്ലാം പോയി കണ്ട് അവരുടെ പ്രവർത്തകരെയെല്ലാം സ്വന്തം പോക്കറ്റിലേക്കാക്കുന്ന പ്രവർത്തനത്തിലാണ് BJP ഏർപ്പെട്ടിരിക്കുന്നത്. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് അവർ പറയുന്നത്, എന്നാണ് അവർ തെളിയിക്കുന്നത്. ഇതിനെന്തുദാഹരണം? SNDPയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്നാണ് ധീവര സമുദായം. ആരെ കാണണം, ആരെ കണ്ടാൽ അവരെ പൂർണ്ണമായിട്ട് പോക്കറ്റിലാക്കാമെന്ന് കണ്ടുപിടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സന്യാസിനി അമ്മയെ കയ്യിലെടുത്തുകൊണ്ട് ആ സമുദായത്തെ മുഴുവനായിട്ട് പോക്കറ്റിലാക്കിയിരിക്കുകയാണ്. എന്താണതിൻ്റെ പ്രത്യേകതയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനമെന്ന് കേക്കുമായിട്ട് നേരെ പള്ളികളും മറ്റുമൊക്കെ സന്ദർശിക്കുക എന്നുള്ളത്, അതുവഴി സമുദായത്തെ പോക്കറ്റിലാക്കുന്ന പരിപാടി തീർന്നില്ല. മറ്റു പാർട്ടികളിലെ മിടുക്കന്മാരായ ആളുകളെയല്ല ഇങ്ങനെ ചുണ്ണാമ്പ് തൊട്ട് വയ്ക്കും. എന്നിട്ട് പദവിയും പണവും കൊടുത്ത് കൊണ്ടുപോരുകയാണ്. സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കുന്നു. ഏറ്റവും കൂടുതൽ അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാ പാർട്ടികൾക്കുമുണ്ട്. അതിലേറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ്സിനാണ്. എൻ്റെ ഡയറിയിൽ 200ഓളം പേരുടെ പേരുണ്ട്. എല്ലാം പ്രമുഖരാണ്.
മുൻ മുഖ്യമന്ത്രിമാർ, വൈസ് ചാൻസലർമാർ, ജഡ്ജിമാർ, ഇങ്ങനെ ഒട്ടനവധി പേരുടെ പേരുകളാണ് എൻ്റെ ഡയറിയിലുള്ളത്. അപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കുറിച്ചെടുത്ത് എന്താ രാഷ്ട്രീയ പ്രവർത്തനം, അവരെല്ലാം പോക്കറ്റിലാക്കുക. അതിനെന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. ഒരു പ്രത്യേക പരിപാടിയും നിങ്ങൾ നടപ്പാക്കണമെന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ പോക്കറ്റിൽ പണം ഉണ്ടാവണം. നിങ്ങളുടെ കയ്യിൽ ഭരണം ഉണ്ടെങ്കിൽ പദവി ഉണ്ടാവണം. എന്താ പദവി? ഗവർണറാക്കുക, വൈസ് ചാൻസലറാക്കുക, അങ്ങനെയൊക്കെ ഒട്ടേറെ പദവികളില്ലേ? അതെല്ലാം കൊടുത്തിട്ടാണ് ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പോയി. ഇത് രാഷ്ട്രീയ പ്രവർത്തനം എന്നാണോ പറയുന്നത്? ഇനി നിങ്ങൾക്ക് ജയിക്കണം. ജയിക്കുന്നതിന് എളുപ്പവഴിയുണ്ട്. എന്തിനാണ് ജനങ്ങളുടെ ഇടയിൽ പോയി നിങ്ങൾ വോട്ട് തേണ്ടി നടക്കുന്നത്? അതിൻ്റെ ഒരാവശ്യവുമില്ല എന്നാണ് പുതിയ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തകൻ പറയുന്നത്. ആരാധനാലയങ്ങളില്ലേ, ഭക്തന്മാരില്ലേ അവിടെ? അവരെ ബാഗ് ചെയ്യുക, അവരെ വല വീശി പിടിക്കുക. അതിന് അമ്പലങ്ങളിൽ സപ്താഹയജ്ഞങ്ങൾ നടത്തുക, നവാഹയജ്ഞങ്ങൾ നടത്തുക, ഇനി എന്തെല്ലാം ആഹയജ്ഞങ്ങളുണ്ടോ അതെല്ലാം കൂടി ഒന്ന് നടത്തി അവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളെ അവിടെ കൊണ്ടുവരുമ്പോൾ ഒരു സമ്മേളനം പോലെയോ പ്രഭാഷണം പോലെയോ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയെടുക്കുക. ആ ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അതിഭീകരമായിട്ടുള്ളത്. അതായത് ജനങ്ങളുടെ ഭക്തി, ജനങ്ങളുടെ വിശ്വാസം, അതിനെ ചൂഷണം ചെയ്താൽ മതി. ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തേണ്ടതില്ല എന്ന് പുതിയ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തകൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആരാധനാലയങ്ങളിൽ അന്തി ഉറങ്ങുകയും അവിടുത്തെ പ്രശ്നങ്ങൾ മാത്രം ജനങ്ങളുടെ മുമ്പായി കൊണ്ടുവരികയും അവൻ അനുകൂലമായി ഉണ്ടാക്കാവുന്ന ചെറിയ ചെറിയ കലഹങ്ങൾ അവിടെ ഉണ്ടാക്കുകയും, ഉദാഹരണം തൃശ്ശൂർ പൂരം, മറ്റൊന്ന് നമ്മുടെ ശബരിമലയിൽ നടന്ന കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം കൊയ്തെടുക്കാൻ വെറുതെ എന്തിനാണ് നിങ്ങൾ സാമൂഹ്യ പരിഷ്കരണം നടത്തുന്നത്? എന്തിനാണ് നിങ്ങൾ എന്താണ് സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഇതൊക്കെ പോരെ? ഇതും പോരാഞ്ഞ് പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ഒരു കാര്യം കൂടി ചെയ്യുന്നു. തിരഞ്ഞെടുപ്പുകളെ പ്രഹസനമാക്കുക എന്നുള്ളതാണ് സാർ. എന്താണത് തിരഞ്ഞെടുപ്പിനെ പ്രഹസനമാക്കുന്നത്? നിങ്ങൾക്ക് ജയിക്കണം, വേണം. അതിനെന്ത് വേണം? വോട്ട് ചെയ്യാൻ ആൾ വേണം. പക്ഷെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളെ അനുകൂലിക്കുന്ന ആളുകളെ, അവർ കാശ്മീരുള്ളവരാണെങ്കിലും കൊള്ളാം, കേരളത്തിൽ നിങ്ങൾ മത്സരിക്കുന്ന നിയോജകമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് പേര് രജിസ്റ്റർ ചെയ്യും. അവന് ആവശ്യമായ ചെലവും കൊടുക്കും. എന്നിട്ട് നമ്മുടെ വോട്ടർ പട്ടികയിൽ അതിഗംഭീരമായ ഒരു ഉയർച്ചയുണ്ടാക്കി ആ ഉയർച്ച മുതലെടുത്ത് ഈസിയായിട്ട് ജയിച്ചു പോരും. എങ്ങനെയുണ്ട് പരിപാടി? അപ്പം നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ ഇതിനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ, അതല്ലേ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, ആ ഇലക്ഷൻ കമ്മീഷനെ പോക്കറ്റിലാക്കണം. അതിനെന്ത് ചെയ്യണം? അവരെ നിയമിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, അത് നമ്മുടേതാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മുമ്പ് സെലക്ഷൻ കമ്മിറ്റി ആരായിരുന്നു? ഈ ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നത് ചീഫ് ജസ്റ്റിസ്, പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി, 3 പേരാണ് ഈ സെലക്ട് ചെയ്യാനിരുന്നത്. അത് പാടില്ല. ചീഫ് ജസ്റ്റിസിന് എന്തായി ഇതിൻ്റെ കാര്യം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ചോദിക്കുന്നു. അവരുടെ മനസ്സിൽ തോന്നുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു നിയമം കൊണ്ടുവരുന്നു, പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ട് ചീഫ് ജസ്റ്റിസിനെ ചെവിക്ക് പിടിച്ചെടുത്ത് പുറത്ത് കളയുന്നു. എന്നിട്ട് ആ സ്ഥാനത്ത് പ്രധാനമന്ത്രിയും അദ്ദേഹം
നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിസഭാ അംഗമെന്നാക്കുന്നു. അപ്പം 3 പേരിൽ 2 പേരാരായി? അവർ മാത്രമായി. മറ്റേ ആൾക്ക് എന്താ വോയിസ്? 3 പേര് കൂടി ഒരു കാര്യം തീരുമാനിക്കാതിരുന്നാൽ 2 പേര് വിചാരിക്കുന്നതല്ലേ നടക്കൂ. അങ്ങനെ രാജ്യത്തെ ഏറ്റവും വലിയ ഫ്രോഡുകളെല്ലാം കൂടി കൊണ്ടുവന്ന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ നിറച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയോ വേറെ ഏതോ മന്ത്രിമാരോ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെ, ഇലക്ഷൻ നിയമങ്ങളെ മറികടക്കത്തക്ക രീതിയിൽ ഒരു വർത്തമാനം പറഞ്ഞാലും ഈ ഗാനേഷ് കുമാർമാർ ഒരു നടപടിയും സ്വീകരിക്കുകയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ, രാജസ്ഥാനിൽ പോയി നമ്മുടെ പ്രധാനമന്ത്രി എന്തെല്ലാം വിധത്തിലുള്ള വർഗീയതയാണ് പറഞ്ഞു കൂട്ടിയത്. എന്തെങ്കിലും നടപടി സ്വീകരിച്ചറിയാമോ? പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒന്നും വേണ്ട, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. കുതന്ത്രങ്ങൾ വഴി എല്ലാം നമുക്ക് അനുകൂലമാക്കിയേക്കാണ് വേണ്ടതെന്ന് പറയുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടി. അത് കണ്ട് ഓരോരുത്തരും അങ്ങ് പഠിക്കുകയാണ്. പഠിച്ചിട്ട് അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ്. ഏറ്റവും അവസാനം റെജി ലൂക്കോസ്, അദ്ദേഹം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് തോന്നും, അദ്ദേഹത്തെ റാഞ്ചി കൊണ്ടുപോയിരിക്കുകയാണ്. റെജി ലൂക്കോസിന് മുമ്പേ പോയവരുടെ സ്ഥിതി എന്താണ് എന്നുള്ള അദ്ദേഹം അന്വേഷിക്കണ്ടേ? വേണ്ടേ? എന്താ അന്വേഷിച്ച? റെജി ലൂക്കോസിന് മുമ്പേ പോയതല്ലേ അബ്ദുള്ളക്കുട്ടി? ഉണ്ടോ ഇപ്പോൾ അദ്ദേഹം? ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി എവിടെയാണ് അദ്ദേഹം? ഇപ്പം റാഞ്ചുക, പ്രചാരണം കൊടുക്കുക, എന്നിട്ട് കറിവേപ്പില പോലെ തള്ളിക്കളയുക. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ നിങ്ങളൊക്കെ ഈ കേരളത്തിൽ നടന്ന് ചെയ്തതുപോലെ സാമൂഹ്യ അനീതി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് നിയമങ്ങൾ കൊണ്ടുവരികയോ അന്ധവിശ്വാസങ്ങൾ അകറ്റുന്നതിന് വേണ്ടി സമരങ്ങൾ ചെയ്യുകയോ ഒന്നും വേണ്ട. ഇല്ലാതെ ഇതുപോലുള്ള കുതന്ത്ര മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് ഈസിയായിട്ട് രാജ്യം പിടിച്ചെടുക്കാം. വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. അതിന് കുടപിടിക്കാൻ ഈ നാട്ടിലെ, അതും കേരളത്തിലെ പ്രബുദ്ധ ജനതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ മുൻപന്തിയിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പിന്നോട്ട് നടക്കാം, മുന്നോട്ടൊരടി പോകാൻ പറ്റുകയില്ല. എന്താണ് പിന്നോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ, പഴയ അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക്, വർഗീയതയിലേക്ക്, അങ്ങനെ മുരത്ത പ്രവർത്തനങ്ങളിലേക്കെല്ലാം നമുക്ക് കടക്കാം. പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മറ്റുള്ളവർ ട്രെയിൻ ചെയ്ത് വച്ചിരിക്കുന്നതായ മനുഷ്യ വിഭവശേഷിയെ മോഷ്ടിച്ചുകൊണ്ട് പോരുക. അതിന് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് നിയമം? പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാം, നിയമവിധേയമാണ്. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടുവന്ന് പല കമ്പനികളും ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നത്. BJPയുടെ കയ്യിൽ അങ്ങനെ കോടിക്കണക്കിന് രൂപ ഇരിക്കുകയാണ്. ആ രൂപ ഉപയോഗിച്ച് അവർ നിങ്ങളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങും. നിങ്ങൾ തയ്യാറല്ലെങ്കിലും വിലയ്ക്ക് വാങ്ങും. അങ്ങനെ ത്രിപുര, പശ്ചിമ ബംഗാൾ, ഇപ്പോൾ ഇനി കേരളം കൂടി അവർ പിടിച്ചെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിൻ്റെ ടീച്ചിങ്സ് വല്ലതും നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? അദ്ദേഹം പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ഒരാൾ
കൂടുതൽ സ്വാധീന ശക്തിയുള്ള ആൾ പറയുന്നത് ജാതി പറയണം. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? ജാതി പറയരുത്, ജാതി ചോദിക്കരുത്. ഒക്കെ മണ്ടത്തരമാണെന്ന് പറയത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനക്കാർ വരെ അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ഒരു റീതിങ്കിങ് വരുന്നത് സാധാരണക്കാരായ ആളുകൾ ഒന്നു ചേർന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ്. കോൺഗ്രസ്സിനെ മെലിയിക്കാവുന്നതിൻ്റെ പരമാവധി മെലിയിപ്പിച്ചു കഴിഞ്ഞു. അതിൽ നേതാക്കന്മാരില്ല. പലരും ചാഞ്ചാട്ടത്തിലാണ്. അവർക്ക് പദവി വേണം, പണം വേണം. അതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാത്ത പരുവത്തിൽ ശശി തരൂർ വരെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തു ചെയ്യും? ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയും ഉച്ചാടനം ചെയ്യണമെന്നുണ്ടെങ്കിൽ, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ, സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടണമെന്നുണ്ടെങ്കിൽ, പോരാടേണ്ടത് ഇതുപോലുള്ള കുതന്ത്ര തന്ത്രങ്ങളോടുകൂടിയാണ്, എതിരെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ വീണ്ടും പാതാളത്തിലേക്കുള്ള പതനമായിരിക്കും നമുക്ക് ഉണ്ടാവുക. നന്ദി, നമസ്കാരം.